to help to strengthen him to accomplish the mission that was set upon him, entrusted upon him. അപ്പോൾ എല്ലാ മണ്ഡലങ്ങളിലും ദൈവാത്മാവ് വരുന്നില്ല. ജീവിതത്തിലും ശുശ്രൂഷയിലും അവർ ദൈവത്തെ പാർട്ട്നേഴ്സ് ആക്കാനായിട്ട് പരിശ്രമിച്ചില്ല. ഞാൻ പറഞ്ഞല്ലോ, മോശയും യോശുവയും കാലേബും ഒക്കെ ദൈവത്തിന്റെ പാർട്ട്നേഴ്സാണ്. പാർട്ട്നേഴ്സ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ അങ്ങനല്ല, ഇവരെ ഉപകരണങ്ങളാണ്. മിനിസ്ട്രിയിൽ ആത്മാവ് വ്യാപരിച്ചു, പക്ഷെ ജീവിതത്തിൽ പലപ്പോഴും അവര് പരാജയപ്പെട്ടു. മിനിസ്ട്രിയിൽ എല്ലാവരും നന്നായിട്ട് തന്നെ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. യോശുവയും കാലേബും യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ചു. ശുശ്രൂഷയിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിലും അങ്ങനെ തന്നെ അനുസരിച്ചു. എന്നാൽ ന്യായാധിപന്മാർ മിക്കവരും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുഗമിച്ചില്ല. അവരെന്ത് ചെയ്തു? ദൈവം അവരെ ഫലമേൽപ്പിച്ചതായ ദൗത്യം നിർവഹിച്ചു എന്ന് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇത് ഒരു ഐഡിയൽ സ്റ്റേജ് അല്ല. ന്യൂ ടെസ്റ്റമെന്റിൽ കർത്താവ് എന്താണ്? ന്യൂ ടെസ്റ്റമെന്റിൽ വേദോസ്തത്തിൽ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായം 32 വാക്യത്തിൽ പറയുന്നത്, അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ഇല്ലേ? അപ്പോൾ ഇവിടെ ദൈവം പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കാൻ തയ്യാറാകാത്തവരെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്, ആത്മാവിനെ നിറയ്ക്കുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വിസ്ഡം പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ ഇതിനൊരു പ്രധാന കാരണം ഉണ്ടാകാം. എന്റെ നോട്ടത്തിൽ ഈ പഴയ നിയമത്തിലെ ജനങ്ങളുടെ ദേ വർ പീപ്പിൾ ഓഫ് ലെസ് അണ്ടർസ്റ്റാൻഡിങ്. അവർക്ക് ദൈവത്തെ ഒന്നും പൂർണ്ണമായിട്ടൊന്നും അറിയാവുന്നവരൊന്നുമല്ല. അവർക്ക് വേദപുസ്തകം നന്നായിട്ട് മൊത്തമായിട്ട് അവർക്ക് കിട്ടിയിട്ടില്ല. അവർ വെളിപ്പാടിലിങ്ങനെ വളരുന്ന ഒരു സ്റ്റേജാണ്. പൂർണ്ണ വെളിപ്പാടായ യേശുക്രിസ്തുവിനെ അവർക്ക് അറിയത്തേ ഇല്ല. ക്രിസ്തു പ്രത്യക്ഷനാകും വരെ ദൈവം, എന്റെ ചിന്ത, ജനങ്ങളോട് കുറെ കൂടെ ഒക്കെ സോഫ്റ്റ് ആയിട്ടാണ് ഇടപെട്ടുകൊണ്ടിരുന്നത് എന്നാണ്. എന്നാൽ ഇപ്പൊ നമുക്ക് വചനമുണ്ട്, നമുക്ക് യേശുവുണ്ട്, നമ്മളെ വഴി നിർത്താൻ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് അനുസരിക്കാതെയും നമുക്ക് ആത്മാവിനെ അനുഭവിക്കാൻ കഴിയുമെന്നോ അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കണമെന്നോ നിർബന്ധമില്ല. ഇന്നിപ്പോൾ എന്താണ്? അനുസരിക്കുന്നവരുടെ മേൽ പകരപ്പെടുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ, അല്ലാതെ ന്യായാധിപന്മാർ മനസ്സിലാക്കിയ നിലയിലല്ല. അപ്പോൾ ഈ ന്യായാധിപന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കുമ്പോൾ ദൈവം അവനോടുകൂടെ ഇരുന്നു. ഓരോ സന്ദർഭങ്ങളിൽ ആത്മാവ് അവരുടെ മേൽ വന്നു. ഓരോ സമയത്തിലും ദൈവത്തിന്റെ ആത്മാവ് വരുന്ന എങ്ങനെയെന്നറിയാം. ഒത്നിയലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ ന്യായാധിപനായി യുദ്ധം ചെയ്തു. ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, 6-ാം അധ്യായം 34-ാം വാക്യത്തിൽ അവൻ കാഹളമൂതി യുദ്ധം ചെയ്തു. 11-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇബ്താഹിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ യുദ്ധം ചെയ്തു. 13-ാം അധ്യായം 25, 14-6, 19, 15-ന്റെ 14 ശിംശോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു, അവൻ അമാനുഷികമായ പ്രവൃത്തികളെ ചെയ്തു. ജഡ്ജസിന്റെ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദെബോര, അവളുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് വന്നപ്പോൾ അവൾ എന്ത് ചെയ്തു? പ്രവചിച്ചു, ന്യായപാലനം ചെയ്തു, യുദ്ധം ചെയ്തു. എല്ലാവരിലും എന്തുണ്ട്? യുദ്ധം ചെയ്യാന്ന് പറയുന്ന ഒരു കോമൺ പ്രാക്ടീസ് ആണ് ഇവിടുന്ന്, അല്ലേ? ദൈവം എന്താണ്? അവരെ ശക്തീകരിച്ചു, അല്ലേ? ശക്തീകരിച്ചു. എന്നാല് എന്തുകൊണ്ടാണ് ഇവരെ ദൈവം തെരഞ്ഞെടുക്കുന്നത്? എന്തുകൊണ്ടാണ് ദൈവം ഒരു അഭിഷേകം ചെയ്യുന്നത്? ഇത് ഇന്നത്തെ നിലയിൽ ആലോചിക്കേണ്ട ഒരു വലിയൊരു കാര്യമാണ്. ദൈവം ചിന്തിക്കുന്നില്ല, എല്ലാവരും വഷളന്മാരാണ്, കുറെ പേരുണ്ട് നല്ല ആളുകൾ, ഇവന്മാരെ എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ചേക്കാം എന്ന് വെച്ച് ദൈവം ഇവന്മാരെ അഭിഷേകം ചെയ്യല്ല. നമ്മളൊക്കെ ചിന്തിക്കുന്നത് നമ്മളൊക്കെ നല്ല ആളുകളായതുകൊണ്ട് ദൈവം നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേക കൃപാവരങ്ങളൊക്കെ തരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ചിന്ത. പക്ഷെ ഇവിടെ കാണുന്നതെന്നറിയാമോ? ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, അപ്പോൾ ദൈവം ഒരുത്തനെ വിളിച്ച് അഭിഷേകം ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഒരു ന്യായാധിപൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നത് ആ അഭിഷിക്തന്റെ പ്രത്യേകത കൊണ്ടല്ല. ന്യായാധിപനോട് ദിവസം 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു, അപ്പോൾ അവർക്ക് നീലിനെ കൊടുത്തു. 4-ാം അധ്യായത്തിന്റെ 3 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. 6-ാം അധ്യായം 7-ാം വാക്യത്തിലും ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. അന്നേരമാണ് ദൈവം എന്ത് ചെയ്യുന്നത്? ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു അഭിഷിക്തനെ എഴുന്നേൽപ്പിക്കുന്നത്. ഇത് ഇവിടെ വളരെ പ്രസക്തമാണ്. നമ്മുടെ കാലഘട്ടത്തിൽ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അഭിഷേകം ചെയ്യപ്പെടുന്നതിനൊരു വിഷയമല്ല. ന്യായാധിപൻ അവന്റെ ജീവിതമോ അല്ലെങ്കിൽ അവന്റെ വിശുദ്ധിയോ ഒന്നും ഇവിടെ ഒരു വിഷയമല്ല. ദൈവം ഒരുത്തനെ അങ്ങ് തെരഞ്ഞെടുക്കുന്നു, അവനെ അങ്ങ് അഭിഷേകം ചെയ്യുന്നു. അവൻ ഒരു വിഷയമല്ല. അപ്പൊ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, we are anointed because of people. We are not anointed because of us. നമ്മളുടെ മേൽ ദൈവം ഒരു സ്പെഷ്യൽ അനോയിന്റിങ്ങോ ഒരു ഗിഫ്റ്റോ തരുന്നത് നമ്മളുടെ പ്രത്യേകത കൊണ്ടല്ല, പ്രത്യുത അത് ആവശ്യമുള്ള കുറച്ചു പേർ ഉള്ളത് കൊണ്ടാണ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരം പകുതിയെങ്കിലും കുറയും, മൊത്തം പോയില്ലെങ്കിലും. കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മളുടെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടാണ് ദൈവം നമ്മളെ കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നുള്ളതാണ്. Charismatic gifts are not a reward. It is a gift given for
unworthy creatures. അതിനെ ഗിഫ്റ്റ് എന്നാ പറയുന്നത്, റിവാർഡ് എന്നല്ല. നമുക്കുള്ളത് പ്രതിഫലമല്ല, എന്താണ്? കൃപാവരമാണ്. അവിടെ മലയാളത്തിൽ വളരെ കൃത്യമാണ്. ഇറ്റ് ഈസ് ഗ്രേസ് ഗിഫ്റ്റ്, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ ഗിഫ്റ്റ്. കരിസ്മാറ്റ എന്ന് പറയും. കാരിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയാണ്. അപ്പോൾ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ അർഹതയില്ലാത്ത കാര്യമാണ് ദാനം, അല്ലേ? അല്ലാതെ അർഹതയുള്ളവന് കൊടുക്കുകയാണെങ്കിൽ ദാനമല്ലല്ലോ, അവന് പ്രതിഫലമല്ലേ കൊടുക്കുന്നത്, ദാനമല്ലല്ലോ. ഗിഫ്റ്റ് ഇറ്റ്സെൽഫ് മീൻസ് ദാറ്റ് യു ആർ നോട്ട് വർതി ടു റിസീവ് ഇറ്റ്. അതിന്റെ കൂടെ കൃപാ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്? അപ്പൊ കൃപാവരം എന്ന് പറയുന്നത് എന്റെ വിശുദ്ധിക്ക് ദൈവം തരുന്ന ഒരു ഒരു പ്രതിഫലമല്ല. നമ്മുടെയൊക്കെ ചിന്ത എന്ന് അറിയാമോ? ഒരുമാതിരി നന്നായിട്ടൊക്കെ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മ പ്രാപിച്ച് അന്യഭാഷ പറയാൻ കഴിയും. പിന്നെയും കുറെ കൂടെ വിശുദ്ധി അങ്ങോട്ട് കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് പ്രവചനഫലം കിട്ടും. പിന്നെയും അങ്ങ് വിശുദ്ധിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം വെളിപ്പാടുകളൊക്കെ കിട്ടും. പിന്നെയും വിശുദ്ധി ആയിക്കഴിഞ്ഞാൽ കൈവച്ചാൽ ഉടനെ എന്താ രോഗികൾ സൗഖ്യമാവും. ഒത്തിരി അങ്ങ് വിശുദ്ധനായി കഴിഞ്ഞാൽ എന്താ ഭൂതങ്ങളൊക്കെ പുറത്താകും. ഇത് തെറ്റായ ധാരണ. എന്തിനാണെന്നറിയാമോ കൃപാവരങ്ങളൊക്കെ തരുന്നത്? ഇത് ആവശ്യമുള്ള കുറച്ചുപേരൊക്കെ ഉള്ളത് കൊണ്ടാണ്, അല്ലാതെ വേറെയില്ല. എന്റെ വിശുദ്ധിക്ക് ദൈവം പ്രതിഫലം തരികയല്ല. ജനങ്ങൾക്ക് രോഗസൗഖ്യമായതുകൊണ്ട് ദൈവം എന്നെ എന്ത് ചെയ്യുന്നു? എന്നെ രോഗസൗഖ്യത്തിനുള്ള വരം തരുന്നു എന്നുള്ളതേ ഉള്ളൂ. ജനങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട്. രോഗികളില്ലെങ്കിൽ പിന്നെ എന്റെ വരം കൊണ്ട് തന്നെ ഗുണം. എനിക്ക് ഞാൻ രോഗശാന്തി വരമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണെന്ന് വെച്ചോ, ഇവിടെ ഉള്ളവരെല്ലാം നല്ല ആരോഗ്യമായിട്ട് ഇരിക്കുക, എന്റെ രോഗശാന്തി വരം കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ രോഗികളാണ് എന്നെ രോഗശാന്തി വരെ പ്രാപ്തനാക്കുന്നത്. അപ്പോൾ രോഗശാന്തി വരം തന്നതിന് ഞാൻ രോഗികൾക്ക് നന്ദി പറയണം. കാര്യം അവരില്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് രോഗശാന്തി വരം കൊണ്ട് പ്രയോജനമില്ലായിരുന്നല്ലോ. ഞാൻ ഐ എക്സസൈസ് ഓൾമോസ്റ്റ് ഓൾ കാരിസ്മാറ്റിക് ഗിഫ്റ്റ്. ഞാൻ നോർത്ത് ഇന്ത്യ ചെല്ലുമ്പോഴത്തേക്ക് അവർക്ക് ആളുകൾക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവിടെ എല്ലാ കൃപാവരങ്ങളും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ പ്രതിഫലിപ്പിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ടി വരുന്നു. അങ്ങനെ വെളിപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെ അവർക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ്. രോഗികൾ നമ്മുടെ അടുത്ത് വരുന്നു, പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നു. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മരുന്ന് വാങ്ങിക്കാൻ കാര്യമില്ലാത്തവരുമാണ്. അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. അവരുടെ ജീവിതത്തിന്റെ ഡിസ്ട്രസ്, ജീവിതത്തിന്റെ പ്രയാസങ്ങൾ, ഭൂതബാധിതരായ ആളുകൾ വരുന്നു. ഓൾ കൈൻഡ് ഓഫ് പ്രോബ്ലംസ്. what happens? We just pray and God heals people. The demons are cast out, and all kind of charismatic gifts are exercised in the mission field. എന്തുകൊണ്ട്? ജനങ്ങൾ ആവശ്യമുള്ളവരായതുകൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ കോളറൊക്കെ പിടിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാര്യം ഞാൻ അങ്ങനെ വിശുദ്ധനായതുകൊണ്ടെന്ന് പറയുന്നത് എനിക്കറിയാമല്ലോ. നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ എനിക്കറിയാമല്ലോ. അങ്ങനെ വിശുദ്ധിയുടെ ഒരു പ്രതിഫലമായിട്ടൊന്നും അല്ല ഈ കാര്യം എനിക്ക് കിട്ടിയിട്ടുള്ളതെന്നുള്ളത് അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും അറിയാമല്ലോ, ഇല്ലേ? ആൻഡ് ദാറ്റ് ഇസ് എ ഫാക്ട്. ദൈവം ഒരാൾക്കും ആ രീതിയിലല്ല കൊടുക്കുന്നത്, ഒരു ജനങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച്. ഇപ്പൊ അതിനെക്കുറിച്ച് 1 പത്രോസ് 4-10 വാക്യം മാത്രം ഒന്ന് വായിക്കുകയാണ്. അത് ഞാൻ പിന്നീട് വരങ്ങളെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ പറയാൻ ഉള്ള ഭാഗമാണ്. എങ്കിലും ആ ഭാഗം ഒന്ന് വായിക്കാം. 4:10. 1 Peter chapter 4 verse 10. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ വിവിധമായ ദൈവകൃപയുടെ അല്ലേ, മാനിഫോൾഡ് ഗ്രേസ്, വിവിധമായ ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെ കൊണ്ട് എന്ത് ചെയ്യുക? അന്യോന്യം ശുശ്രൂഷിപ്പിൻ. വരം ലഭിച്ചത് വീട്ടിലിരിക്കാനല്ല, വരം ലഭിച്ചത് എനിക്ക് ഞാൻ വരപ്രാപ്തനാണെന്ന് പറഞ്ഞിരിക്കാനല്ല, നല്ല ഗ്രഹവിചാരകനായി അല്ലെങ്കിൽ നല്ല സ്റ്റിവാർഡായിട്ട്. നല്ല സ്റ്റിവാർഡ് എപ്പോഴും എന്താ ചെയ്യുന്നറിയാമോ? നല്ല സ്റ്റിവാർഡ് ഇപ്പം സപ്പോസ് നിങ്ങൾക്ക് ഇപ്പം 5000 ദിർഹം ശമ്പളം ഉണ്ടെന്ന് വെക്കുക. 5000 ദിർഹത്തിനകത്ത് 4000 ദിർഹത്തിന് വീട്ടുകാർക്കെല്ലാം കൂടെ എല്ലാ മാസവും പോയി തുണി എടുക്കുകയാണെങ്കിൽ ഡു യു തിങ്ക് ദാറ്റ് ഹി ഈസ് എ ഗുഡ് സ്റ്റിവാർഡ്? ആണോ? 5000-നകത്ത് 4000 ദിർഹം പോയി തുണി എടുക്കുകയാണ്, പിന്നെ വാടകയ്ക്ക് വരുമ്പോഴത്തേക്ക് പൈസ കൊടുക്കാൻ ഇല്ല. സ്റ്റിവാർഡാണോ? അല്ല. സ്റ്റിവാർഡ് എന്ന് പറയുമ്പോൾ നീഡ് എവിടെയാണോ അവിടെ സ്പെൻഡ് ചെയ്യുന്നവനാണ്. എന്റെ ഡിഫറൻസ്. അപ്പോൾ പത്രോസ് പറയാണ്, നിനക്ക് കൃപ വേറെ കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഇറ്റ് ഈസ് മാനിഫോൾഡ് ഗ്രേസ്. മാനിഫോൾഡ് എന്നുള്ള വാക്ക് ശരിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാക്കാണ്. ഇറ്റ് ഈസ് എ മാനിഫോൾഡ് ഗ്രേസ്. കൃപ ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ ദൈവകൃപയുടെ അല്ലെങ്കിൽ വിവിധമായ ദൈവകൃപയുടെ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ സൺ റേ ഈസ് എൻറ്ററിംഗ് ഇൻ ടു പ്രിസം. പ്രിസത്തിലേക്ക് ഒരു റേ വന്ന് ഒരു കിരണം വന്ന് കയറിയാൽ എങ്ങനെ ഇറങ്ങിപ്പോകുന്നത് എങ്ങനെയാണ്? 7 ഫോൾഡ് ആയിട്ടാണ്, റൈറ്റ് ഇല്ലേ? എന്നതുപോലെ ദൈവകൃപ നമ്മളിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് അത് ഇറങ്ങിപ്പോകുന്നത് എന്തായിട്ടാ? കൃപാവരങ്ങളായിട്ടാണ്.
എക്സ്പ്രഷനിലാണ് വരം ഉണ്ടാകുന്നത്. ലഭിക്കുന്നത് എന്താണ്? കൃപയാണ്. ഞാൻ പറഞ്ഞത് കൃപാവരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. എന്താണ് ലഭിക്കുന്നത്? എന്താണ്? കൃപയാണ്. അപ്പോൾ അത് പുറത്തോട്ട് പോകുമ്പോൾ എന്തായിത്തീരുന്നത്? കൃപാവരമാകുന്നത്. കൃപാവരം അതെവിടെ ചെല്ലണം? ആർക്ക് ആവശ്യമുള്ളോ അവിടെ ചെല്ലണം. ഇത് നമ്മുടെ പ്രശ്നം എന്നറിയാമോ? ഇന്ത്യയിൽ 106 കോടി ജനങ്ങളുണ്ടായിട്ട് രോഗശാന്തി വരം പ്രകടിപ്പിക്കാൻ എല്ലാവരും തിരുവല്ലയിലാണ് കൂടുന്നത്. രോഗശാന്തി വരപ്രാപ്തൻ വരുന്നത് എവിടാ? തിരുവല്ലയില. തിരുവല്ലയിൽ അല്ലെങ്കിൽ തന്നെ അവർക്ക് ആശുപത്രി ഇല്ലയോ ആവശ്യം പോലെ? ഞാൻ ചോദിക്കുന്നത്, നമ്മൾ എങ്ങനെയാണ് നല്ല ഗ്രഹവിചാരകന്മാരാകുന്നതാണ്. വേർ ഇറ്റ് ഈസ് നീഡഡ് യു ഷുഡ് ഗോ ദേർ. എവിടെയാണത് ആവശ്യം അവിടെയാണ് പോകേണ്ടത്. നമ്മളെന്തിനാ വെറുതെ പുഷ്പരിക്കാരനെ വെള്ളത്തിലാക്കുന്നത്? ഇല്ലേ? അവനവിടെ കാശുള്ളവരും അല്ലയോ, അവനവിടെ ചികിത്സിക്കുകയോ എന്തെങ്കിലും ചെയ്തോട്ട്. നമുക്കെന്ത് ചെയ്യാം? പൈസ ഇല്ലാത്തവരും കഷ്ടപ്പെടുന്നവരും ദുരിതം അനുഭവിക്കുന്നവരും നിനക്ക് വരമുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഞാൻ കൊണ്ടുപോകാം, രോഗികളെ കാണിക്കണേ കാണിച്ചു തരാം. ഇല്ലേ? ഇത് ഇവിടെ ആകെപ്പാടെ എന്തേ ഉള്ളൂ? നമുക്ക് വയറ്റുവേദനയും തലവേദനയും കാലുവേദനയും അല്ലാതെ വേറെ അസുഖമൊന്നും ഇവിടെ തിരുവല്ലായി കാണുന്നില്ലല്ലോ. ഇല്ലേ? നല്ല അസുഖങ്ങളെ കാണിച്ചു തരാം. ഇല്ലേ? Certainly we can exercise. I'm not joking. We can exercise these kind of gifts. If we are good stewards, then certainly we will go to the people who are in need rather than giving it to the people who is already saturated with these kind of things. നമ്മൾ സാച്ചുറേറ്റഡ് ഏരിയയിൽ തന്നെ എന്ത് ചെയ്യുകയാണ്? പിന്നെയും ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലേ? അതുകൊണ്ട് ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരാകണമെങ്കിൽ എവിടെ ആവശ്യമുണ്ടോ അവിടേക്ക് പോകണം. അതിനാണ് ദൈവം എന്ത് ചെയ്യുന്നത്? നമുക്ക് കൃപ തരുന്നത്. കൃപാവരങ്ങൾ അവരുടെ അടുത്ത് പോയി പ്രകടിപ്പിക്കാൻ, അവരുടെ അടുത്ത് പോയി പ്രദർശിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് യഹോവ ഒരു ന്യായാധിപനെ അയക്കുന്നത് ന്യായാധിപന്റെ പ്രത്യേകത കൊണ്ടല്ല. പ്രത്യുത ജനങ്ങൾ നിലവിളിക്കുമ്പോൾ ജനങ്ങളുടെ നിലവിളി കേട്ടിട്ട് ദൈവം എന്ത് ചെയ്യുന്നു? ന്യായാധിപനെ എഴുന്നേൽപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? നിലവിളിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി. ഇസ്രായേൽ മക്കൾ നിലവിളിക്കുമ്പോൾ ഇവൻ അരാമിൽ പോയി ശുശ്രൂഷ ചെയ്താൽ എന്താ ഗുണം? ആര് നിലവിളിക്കുന്നു? നിലവിളിക്കുന്ന ആരാണ്? ഇസ്രായേൽ മക്കളാണ്. ഇവൻ പറയുന്നത് എന്താണെന്ന് വെച്ചു? ഇവൻ പറയുന്നത് ഇറ്റ് ഈസ് ബെറ്റർ ടു ഗോ ടു അസീറിയ, നിനവയിൽ പോകാം, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോകാം. അവരല്ലല്ലോ നിലവിളിച്ചത്. ഇന്ത്യയിലെ 106 കോടി ജനങ്ങൾ നിലവിളിക്കുകയാണ്, ഞങ്ങൾക്ക് ശുശ്രൂഷകനെ വേണം, ഞങ്ങൾക്ക് രോഗശാന്തി വരപ്രാപ്തനെ വേണം, ഞങ്ങൾക്ക് ഇവാഞ്ചലിസ്റ്റിനെ വേണം. ഒരു സുവാർത്താദൂതിയുടെ കാല് കാണാനുള്ള കൊതിയോടെ കാത്തിരിക്കുന്ന 106 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ കുമ്പനാട്ടൊന്ന് മാറാതെ പിന്നെ സഭ പിടിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് സ്റ്റുവാർഷിപ്പ് നമ്മൾ എങ്ങനെയാ പറയുന്നത്? ആർക്കാണ് ഇത് ആവശ്യമുള്ളത്? അവിടെ പോയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആര് നിലവിളിക്കുന്നു? ഇസ്രായേൽ മക്കൾ നിലവിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ആർക്ക് വേണ്ടിയാണ്? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള, ദൈവത്തെ അറിയാനുള്ള ആഗ്രഹത്തോടെ ആവലോടെ നിൽക്കുന്ന ഇന്ത്യയിലെ 106 കോടി ജനങ്ങളുടെ കരച്ചിലിന്റെ പ്രതിഫലനമായിട്ടാണ് ദൈവം ആളുകളെ എന്ത് ചെയ്യുന്നത്? എഴുന്നേൽപ്പിക്കുന്നത് സുവിശേഷ വേലയ്ക്ക് വേണ്ടി. കർത്താവ് സുവിശേഷ വേലയ്ക്ക് വേണ്ടി എല്ലാവരും വിളിക്കുന്നുണ്ട്. എന്തിനാ വിളിക്കുന്നത്? കുമ്മനാട്ടെ കരച്ചിൽ കണ്ടുണ്ടല്ലോ. ഇവിടെ പാസ്റ്റർമാരുടെ കുറവുണ്ട്, ഇവിടെ ഈയിടെ സഭ 3 ആയി, അതുകൊണ്ട് 2 പാസ്റ്റർമാർക്കൂടെ ഒഴിവുണ്ട്. അതിനുവേണ്ടിയല്ല ദൈവം വിളിച്ചു വന്നു. ദൈവം വിളിച്ചത് കണ്ണൂരും കാസർഗോഡും കർണാടകയിലും ആന്ധ്രാപ്രദേശിലും ഒറീസയിലും ഹിമാചലിലും ചൈനയിലും ടിബറ്റിലും ഒക്കെ ആളുകൾ നിലവിളിക്കുക, ഞങ്ങൾക്ക് സുവിശേഷത്തിന്റെ സന്ദേശം ആവശ്യമുണ്ടെന്ന് ദൈവത്തോട് പറയുക. എവിടെയാണ് ദൈവം? ഞങ്ങൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയണം എന്നുള്ള അവരുടെ ഹൃദയത്തിന്റെ അഭിവാഞ്ചയുടെ പ്രതിഫലനമായിട്ടാണ് ദൈവം എന്ത് ചെയ്യുന്നത്? വിളി കൊടുക്കുന്നത്, ദൈവം അഭിഷേകം ചെയ്യുന്നത്. ആരുടെ നിലവിളിക്ക് ദൈവം ആൻസർ ചെയ്തോ അവരുടെ മധ്യത്തിൽ പോകാനായിട്ട് നമ്മൾ തയ്യാറായെങ്കിലേ പറ്റൂ എന്ന് നമ്മൾ മറന്നു പോകരുത്. ഇനി 1-2 കാര്യങ്ങൾ, 1-2 പേരുടെ ജീവിതാനുഭവങ്ങൾ ഈ ന്യായാധിപന്മാരുടെ കാര്യത്തിൽ നിന്ന് പറയട്ടെ. ഒന്നാമത് സ്പെഷ്യലി വൺ പേഴ്സൺ, ഗിദെയോന്റെ കാര്യം. ഗിദെയോന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വരുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഗിദെയോന്റെ ജീവിത കാര്യത്തെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിലാണ് നമ്മൾ കാണുന്നത്. അവിടെ അതിന്റെ 11-ാം വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 6